ഉൾക്കടലിൽ മാത്രം കാണപ്പെടുന്ന ഒരു കടൽ പക്ഷി കഴിഞ്ഞ ദിവസം കോഴിക്കോട് കടലുണ്ടി തീരത്ത് വിരുന്നെത്തി. മാസ്ഡ് ബൂബി എന്ന പേരുള്ള നീലമുഖി കടൽ വാത്തയാണ് വഴിതെറ്റി കരയിലെത്തിയത്. അപൂർവമായി മാത്രം കരയിലെത്തുന്ന ഇവ പസഫിക്, ഇന്ത്യൻ, അറ്റ്ലാന്റിക് മഹാസമുദ്രങ്ങളിലാണ് ജീവിക്കുന്നത്. മനുഷ്യരോട് വേഗത്തിൽ ഇണങ്ങുമെങ്കിലും നിമിഷനേരം കൊണ്ട് കിലോ കണക്കിന് മത്തിയും അയലയും അകത്താക്കുന്ന മാസ്ഡ് ബൂബിയെ വളർത്താൻ ആരും തയ്യാറാകാറില്ല. എന്നാൽ കരയിലേക്ക് വിരുന്നെത്തിയ അതിഥിയെ നല്ല രീതിയിൽ സ്വീകരിച്ചാണ് കടലുണ്ടി സ്വദേശി ലിബീഷും സുഹൃത്തുക്കളും തിരികെ ഉൾക്കടലിലേക്ക് അയച്ചത്. നടത്തം താറാവിനെ പോലെ, കാലുകളും താറാവിനെ പോലെ തന്നെ, പൂച്ചയെ പോലെ മനുഷ്യനോട് ഇണങ്ങി നിൽക്കും. മീൻ ഇട്ടുകൊടുത്താൽ താഴെയിടാതെ കൊക്കിനകത്താക്കും. വാങ്ങിക്കൊണ്ടുവന്ന 1 കിലോ മത്തി നിമിഷ നേരം കൊണ്ടാണ് അകത്താക്കിയത്. ഇത് ഞങ്ങൾ ജോലി ചെയ്യുന്നത് പുഴയുടെ അനുബന്ധിച്ചുള്ളൊരു തുരുത്തിൻ്റെ മേലെ ദ്വീപിലാണ്. അപ്പോൾ ആ സമയത്ത് ജോലി ചെയ്യുന്ന സമയത്ത് ഇതിങ്ങനെ പുഴയിൽ നിന്ന് ഇങ്ങനെ കയറി വരുന്നതായിട്ടാണ് കണ്ടത്. അത് ഓടിപ്പോകുന്നൊന്നുമില്ല, നല്ല ഇണക്കത്തോടു കൂടി തൊടാനൊക്കെ പറ്റുന്നുണ്ട്. നമ്മൾ കാണാത്തൊരു ജീവിയൊക്കെ ആണല്ലോ. അപ്പോൾ ഞങ്ങൾ അതിനെക്കുറിച്ച് അപ്പം തന്നെ ഞാൻ കുറച്ച് അന്വേഷണങ്ങളൊക്കെ നടത്തിയപ്പോൾ പറഞ്ഞത് ഇങ്ങനെ ദ്വീപിലൊക്കെ കാണുന്ന ജനവാസങ്ങളില്ലാത്ത സ്ഥലത്തിനുള്ള ജീവിയാണെന്ന് പറഞ്ഞു. ഭയങ്കര ഇണക്കും. കാരണം ഞങ്ങളുടെ അടുത്തേക്ക് വരിക, ഞങ്ങൾ തൊട്ടപ്പോഴൊക്കെ ഒന്നും ഒരു പ്രശ്നമില്ലാതെ. അതുപോലെ നല്ല സൈസാണ്. കടലുണ്ടിയിൽ ഇതേപോലെ ദേശാടന പക്ഷികളൊക്കെ വരുന്ന സമയമാണ്. അപ്പോൾ ഞങ്ങൾ കരുതി അത് ദേശാടന പക്ഷിയാണെന്ന് കരുതി. പക്ഷെ പിന്നെ ആണ് കരുതി ഒറ്റയ്ക്ക് വരില്ലല്ലോ. അപ്പോൾ അങ്ങനെ ഇത് ഒറ്റയ്ക്കാണ് വെള്ളത്തിൽ നിന്ന് ഇങ്ങനെ കയറി വന്നിട്ടുള്ളത്. അപ്പോൾ ഒരു വഴി തെറ്റി വന്ന പോലെയാണ് ഇത് വന്നത്. നമ്മൾ ഏതായാലും നമ്മളെ അടുത്ത് വന്നൊരു അതിഥിയല്ല, അപ്പോൾ അതിന് നമുക്ക് ഭക്ഷണം കൊടുക്കണം എന്നുള്ള ഇതുകൊണ്ട് ഞാനത് ഉച്ചയ്ക്ക് വെള്ളിയാഴ്ച ദിവസം കൂടിയാണ്. അന്ന് അവിടെ ഒന്നും കടകളൊന്നുമില്ല. അങ്ങനെ ഏകദേശം ഒരുപാട് കറങ്ങി 10-25 കിലോമീറ്ററോളം ഞാൻ കറങ്ങിയിട്ട് ആണ് എനിക്ക് ഇതിന് ഒരു കിലോ മത്തി കിട്ടി. അപ്പോൾ ആ മത്തി കൊടുക്കുന്ന സമയത്ത് അത് ഏകദേശം ഒരു 5 മിനിറ്റ് കൊണ്ട് 1 കിലോ മത്തി അത് കഴിച്ച്. പിന്നെ ഞങ്ങളെ കൂടെ കുറേ കഴിഞ്ഞപ്പോൾ എനിക്ക് തന്നെ തോന്നി അത് പുറത്തേക്ക് വിടാമെന്ന് തോന്നിയപ്പോൾ ഞാൻ പുഴയിലേക്ക് അതിനെ വിടുകയാണ് ചെയ്തിട്ടുള്ളത്.